ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ പരിസര പഠനം ഓണം എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ 3 ചാപ്റ്റർ ആണ് ഉള്ളത്. ആ 3 ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണിത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പാഠഭാഗത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പരിസര പഠനത്തിൻ്റെ മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ പരീക്ഷയാണിത്. എല്ലാവർക്കും പരീക്ഷയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒരിക്കലെങ്കിലും പരീക്ഷ എഴുതി നോക്കണം കേട്ടോ. ഒരു റിവിഷൻ എന്ന നിലയിൽ എല്ലാവരും ഒരു മോഡൽ ചോദ്യപേപ്പറുകൾ തീർച്ചയായിട്ടും ഉത്തരങ്ങൾ എഴുതി നോക്കുക. അത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്രവർത്തനങ്ങളായിട്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തനം 1A, സസ്യങ്ങൾ പലവിധം. ചോദ്യം: വ്യത്യസ്ത തര സസ്യങ്ങൾ ചിത്രത്തിൽ ഒട്ടിച്ച് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം. മരുഭൂമിയിൽ കാണുന്ന സസ്യങ്ങൾക്കാണ് ചുവപ്പ് നിറം, ജലത്തിൽ കാണുന്ന സസ്യങ്ങൾക്ക് നീല നിറമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യ ചിത്രം വരുന്നത് ചുവപ്പാണ്, രണ്ടാമത്തെ താമര നീലയാണ്, അടുത്ത ചിത്രം ചുവപ്പാണ്, ആമ്പൽ നീലയാണ്, അടുത്ത ചിത്രം ചുവപ്പാണ്, അടുത്ത ചിത്രം നീലയാണ്. അടുത്തത്: മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട 1ഉം 4ഉമാണ് ശരിയായത്. മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. അടുത്ത സി ചോദ്യം: കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ എന്നുള്ളതാണ്. വനം, കുളം, കടൽ, മരുഭൂമി. ഉത്തരം കുളമാണ്. കുളം ജീവികളുടെ ആവാസമാണ്, എന്നാൽ മറ്റുള്ളവ ആവാസ വ്യവസ്ഥയാണ്. ഇനി അതല്ലെങ്കിൽ എഴുതേണ്ടത് 1B എന്നൊരു ചോദ്യമുണ്ട്. അതിജീവനവും ജീവികളും. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക. അപ്പോൾ ആദ്യം ഒട്ടകമാണ്. മുതുകിലെ കൊഴുപ്പ് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നു. അടുത്തത് മീനാണ്. ശരീരത്തിന്റെ ആകൃതി, ചിറകുകൾ, വാൽച്ചിറക്, ചെതുമ്പലുകളുടെ ക്രമീകരണം, വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു. ചെകിളപ്പൂകളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ടു നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് മൂലമുള്ള ദോഷങ്ങളാണ്. മൃഗങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും ഉണ്ടാകാം. പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കാം. അടുത്തത് വരുന്നത് നെൽപ്പാടങ്ങൾ നികത്തുന്നത് കൊണ്ട് ഭക്ഷ്യോൽപാദനം കുറയുന്നു. നിരവധി ജലജീവികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഭൂഗർഭജലത്തിന്റെ പുനഃശേഖരണം കുറയുകയും ജലക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം: ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് എഴുതുക. അപ്പം നിങ്ങൾക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കി എഴുതണം. B ആണ് ഉത്തരം വരിക. വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. അടുത്തത് പ്രവർത്തനം 2 ആണ്. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക എന്നാണ്. മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങൾ, മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ, ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. അപ്പോൾ മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങൾ: അമിതമായ കീടനാശിനി പ്രയോഗം, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ശാസ്ത്രീയമല്ലാത്ത കാർഷിക രീതികൾ. ഇനി മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ: മണ്ണിര, പക്ഷികൾ, തവളകൾ, എലികൾ ആണ് കേട്ടോ. ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ: വിവിധതരം ജീവികൾ ഇല്ലാതാകുന്നു, മണ്ണിന്റെ ജൈവാംശം നഷ്ടമാകുന്നു, ആവാസ വ്യവസ്ഥ തകരുന്നു, പലതരത്തിലുള്ള മാരക അസുഖങ്ങൾ പടർന്നു പിടിക്കും. ഇനി B ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതെന്ന് എഴുതുക. ആദ്യത്തെ വായുമലിനീകരണമാണ്, രണ്ടാമത് ജലമലിനീകരണമാണ്.
ഇനി പ്രവർത്തനം 3 സ്വതന്ത്ര ഭാരത ഭൂമി എന്ന് തുടങ്ങുന്ന പ്രവർത്തനമാണ്. അതൊന്ന് വായിക്കാം. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചോദ്യം: വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് ഉത്തരം വരിക? ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന്. അടുത്ത ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ എന്ന് എഴുതുക. ശരി. സി: ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: നാട്ടുരാജാക്കന്മാർക്ക് ഒത്തൊരുമ ഇല്ലായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നു. അടുത്ത ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ്? 2 നൂറ്റാണ്ട്. ഓപ്ഷൻ ബി ട്ടോ. അടുത്ത ചോദ്യം: പ്രവർത്തനം 4 സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പു സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. 1930 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ഉപ്പു നിയമത്തിനും ഉപ്പു നികുതിക്കുമെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് മാർച്ച് നടത്തി. ദണ്ഡിയിൽ ഗാന്ധിജിയും അനുയായികളും ഉപ്പ് നിർമ്മിച്ച് ബ്രിട്ടീഷുകാരുടെ ഉപ്പു നിയമം ലംഘിച്ചു. ഇത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. അനീതിയായ നിയമങ്ങൾ സമാധാനപരമായി ലംഘിക്കാനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇത് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം 1942 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിട്ടു പോകണമെന്ന് പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. ഗാന്ധിജി പ്രശസ്തമായ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു രാജ്യവ്യാപക ജനകീയ പ്രസ്ഥാനമായി ഇത് മാറി. നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇന്ത്യയിലുടനീളം ജനങ്ങൾ സമരം തുടർന്നു. ഇനി ബി ചോദ്യം: അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇനി പ്രവർത്തനം 5A ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. ഇന്ത്യയുടെ മാപ്പാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നാണ്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം മധ്യപ്രദേശും രാജസ്ഥാനുമാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാനാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത്? അറബിക്കടൽ. അടുത്ത ചോദ്യം ഡി: ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതുക. തമിഴ്നാട്. ഈ ചോദ്യം: കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? തമിഴ്നാട്, കർണാടക. ഇനി 5B ആണ് പറക്കും കൂട്ടുകാർ. റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ചു യോജിപ്പിക്കുക. അപ്പോൾ ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. ആരാണത്? പരുന്ത്. അടുത്തത് കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. കാക്ക. അടുത്ത ഓപ്ഷൻ ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. പൊന്മാൻ. അടുത്തത് ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ. മരംകൊത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ഇനി വരുന്നത് ബി ആണ്. ഇതിൻ്റെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത് ഇര തേടുന്ന പക്ഷി ഏത്? ഉത്തരം കൊക്ക്. സി: താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വായിക്കാം. തെറ്റായ പ്രസ്താവന നിങ്ങളൊന്ന് എഴുതിക്കോളൂ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്.
ബി. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. സി. ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. ഡി. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ABCDയിൽ ഏതാണ് തെറ്റ്? എ ആണ് കേട്ടോ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെ അല്ല. അപ്പോൾ അത് അവർ തന്നിരിക്കുന്നത് തെറ്റാണ്. എല്ലാ പക്ഷികളുടെയും ശരീരം ഒരുപോലെയാണെന്നാണ് അവർ തന്നിരിക്കുന്നത്, തെറ്റാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം വരിക കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.